ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. അതായത് മൊണാലിസയുടെ ഒരു അപര, അല്ലെങ്കിൽ മൊണാലിസ വരച്ച അതേ സമയത്ത് തന്നെ രചിക്കപ്പെട്ട അല്ലെങ്കിൽ വരയ്ക്കപ്പെട്ട മറ്റൊരു പെയിൻറ്റിംഗ് ഉണ്ട്. മിക്ക ആളുകൾക്കും അതിനെപ്പറ്റി അറിയില്ല. പ്രാഡോ മൊണാലിസ എന്നാണ് അതറിയപ്പെടുന്നത്. അതായത് സ്പെയിനിലെ പ്രാഡോ മ്യൂസിയത്തിൽ ഇരുന്നത് കൊണ്ടാണ് ആ പെയിൻറ്റിങ്ങിൻ്റെ പ്രാഡോ മൊണാലിസ എന്നൊരു പേര് വരാൻ കാരണം. ഈ പെയിൻറ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊണാലിസയുടെ ജസ്റ്റ് ഒരു കോപ്പി, അല്ലെങ്കിൽ മൊണാലിസയ്ക്ക് ധാരാളം കോപ്പികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കോപ്പി മാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു കോപ്പിക്ക് മൊണാലിസയുടെ അത്രയും തന്നെ ചരിത്രമുണ്ടെന്ന് ഇത്രയും കാലം നമുക്ക് അറിയുമായിരുന്നില്ല. ഇത് പ്രാഡോ മ്യൂസിയത്തിൽ ഒരു അനോണിമസ് കോപ്പി എന്നുള്ള നിലയിൽ ആണ് ഇത്രയും കാലം തൂക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ സൂക്ഷിക്കപ്പെട്ടത്. പക്ഷേ 2012 ലൂവിയർ മ്യൂസിയത്തിൽ ഒരു പ്രദർശനത്തിന്റെ ഭാഗമായി ഈ ഒരു പെയിന്റിങ്ങും ഒന്ന് മിനുക്കുപണികൾക്ക് വിധേയമായി. അങ്ങനെ ആ ഒരു മിനുക്കുപണികൾക്ക് വിധേയമായ സമയത്താണ് ആ ഒരു പെയിന്റിങ്, ഈ ഒരു ഇപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലായിരുന്നു പെയിന്റിങ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് പുറകിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പെയിന്റ് ബ്ലാക്ക് കളറിൽ, ആ ഒരു ബ്ലാക്ക് പെയിന്റ് അടിച്ച രീതിയിലാണ് അത് കാണപ്പെട്ടത്. പക്ഷേ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ബ്ലാക്ക് പെയിന്റ് ശരിക്കും ആ പെയിന്റിങ് വരച്ചതിന് 200 കൊല്ലങ്ങൾക്ക് ശേഷം റീപെയിന്റ് ചെയ്തതാണ്. അതായത് അതിന്റെ താഴെ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർ കണ്ടെത്തിയപ്പോൾ അത് ശരിക്കും ഷോക്കിംഗ് ആയിട്ടൊരു ഡിസ്കവറി ആയിരുന്നു. അതായത് ആ പെയിന്റിങ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മൊണാലിസയുടെ, ഒറിജിനൽ മൊണാലിസയുടെ അതേ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ അവർ അതിന്റെ ആ ഒരു കാലപ്പഴക്കത്തെ പറ്റി കൂടുതൽ പഠിച്ചു. അതായത് ഇത് എങ്ങനെയാണ് ഇതേ ബാക്ക്ഗ്രൗണ്ട് ഇതിന് വന്ന് കിട്ടിയത് അല്ലെങ്കിൽ വന്നത്. അങ്ങനെ അവർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡാവിഞ്ചിയുടെ മൊണാലിസയുടെ അതേ കാലപ്പഴക്കം, അതേ ആ ഒരു ടൈം ഡ്യൂറേഷൻ ഇതിനും കാണപ്പെട്ടു. അതായത് 1500 തന്നെയാണ് ഈ ഒരു സംഭവം രചിക്കപ്പെട്ടത്. 1500, 1505 ആ ഒരു കാലഘട്ടത്തിലാണ് ഇതും രചിക്കപ്പെട്ടതെന്ന് മനസ്സിലായി. ആ ഒരു സമയത്താണ് ശരിക്കും ഈ പ്രാഡോ മൊണാലിസയ്ക്ക് അത്രയും കാലമില്ലാതിരുന്ന ആ ഒരു പ്രശസ്തി കൈവന്നത്. ഇനി നമുക്ക് മൊണാലിസയെ പറ്റി സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇതിനൊരു കോപ്പി പോലും, മൊണാലിസയുടെ ഒരു കോപ്പി പോലും ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൊണാലിസ ഡാവിഞ്ചിയുടെ ഒരു മാസ്റ്റർ പീസാണ്. ഡാവിഞ്ചി ധാരാളം പെയിന്റിങ് വരച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളിൽ ഏറ്റവും പ്രശസ്തമായത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതും മൊണാലിസയെ പറ്റിയാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട്, അതായത് ഏകദേശം 10-15ഓളം കൊല്ലങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു പെയിന്റിങ് പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിന്റെ മരണം വരെ ഈ ഒരു പെയിന്റിങ്ങിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു എന്നും പറയപ്പെടുന്നു. അതായത് ഫുൾ ടൈമില്ല, അദ്ദേഹത്തിന്റെ രീതി നമുക്കറിയാം. ഓരോ സംഭവങ്ങളും കുറച്ച് സമയങ്ങൾ മാത്രം ചെയ്ത് കൂടുതൽ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്ന ഒരു ആളായിരുന്നു ഡാവിഞ്ചി. അങ്ങനെ അദ്ദേഹം കൂടുതൽ പെർഫെക്റ്റ് ആകാൻ വേണ്ടി കൂടുതൽ സമയമെടുത്ത് അങ്ങനെയാണ് മൊണാലിസ ഇത്രത്തോളം പെർഫെക്റ്റ് ആയതെന്നും പറയപ്പെടുന്നു. അതും ഈ ഒരു പെയിന്റിങ് പ്രശസ്തമായതിന് പിന്നാലെ തന്നെ ഇതിനെപ്പറ്റി ധാരാളം കോൺട്രവേഴ്സീസ് നിലവിൽ വന്നിരുന്നു. അതായത് ഡാവിഞ്ചി കോഡിൽ ടാൻ ബ്രൗൺ പറയുന്നത് ഈ മൊണാലിസ എന്ന് പറഞ്ഞ പെയിന്റിങ് ഡാവിഞ്ചിയുടെ ഒരു സ്ത്രീ രൂപമാണെന്നാണ്. അതായത് ഡാവിഞ്ചിക്ക് താടിയും മീശയും എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ മൊണാലിസയുടെ രൂപം കിട്ടും, അല്ലെങ്കിൽ ആ ഒരു തന്റെ രൂപം തന്നെ ഒരു സ്ത്രീരൂപമായി മനസ്സിൽ സങ്കല്പിച്ചാണ് മൊണാലിസയെ വരച്ചതെന്നാണ് ഡാൻ ബ്രൗൺ പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ അത് പാതി സ്ത്രീ രൂപമാണ്, പാതി പുരുഷ രൂപമാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു അപ്രന്റീസിന്റെ ഷേപ്പാണ് അത് കൊണ്ടുവന്നത്. അങ്ങനെ ധാരാളം കോൺട്രവേഴ്സീസ് ആ ഒരു പെയിന്റിങ്ങിനെ ചുറ്റിപ്പറ്റി പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഡാവിഞ്ചിയിൽ, ആ ഒരു മൊണാലിസയിലെ ആ ഒരു കണ്ണിന്റെ പ്രത്യേകത, അവരുടെ ചിരിയുടെ പ്രത്യേകത, ആ നിഗൂഢമായ ചിരി, ഏത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമ്മളെ നോക്കുന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു രചനാ ശൈലിയാണ് ഡാവിഞ്ചി ഈ ഒരു പെയിന്റിങ്ങിന് പിന്നിൽ ഉപയോഗിച്ചത്. അതാണ് മൊണാലിസ എത്രത്തോളം. മൊണാലിസയെ പറ്റി പറയുകയാണെങ്കിൽ അത് ശരിക്കും ഈ ഒരു സമയമൊന്നും പോരാ, അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇറക്കേണ്ടി വരും. അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ് മൊണാലിസയുടെ ചരിത്രവും അതിന്റെ പിന്നിലുള്ള ആ ഒരു മിസ്റ്ററീസും. നമുക്ക് പ്രാഡോ മൊണാലിസയിലേക്ക് വരാം. അങ്ങനെ ഈ 2012 റീസ്റ്റോറേഷന് ശേഷം ഇത് ഡാവിഞ്ചി വരച്ച മൊണാലിസയുടെ അതേ സമയത്ത് വരയ്ക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ചായങ്ങൾ, അത് മാത്രമല്ല ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു തടി, ഇതെല്ലാം ഡാവിഞ്ചിയുടെ വർക്കുകളിൽ കണ്ടിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കുകളിൽ മാത്രം ആ കാലത്ത് കണ്ടിരുന്ന തരത്തിലുള്ള പെയിന്റിങ്ങുകളും ചായങ്ങളും തടികളുമായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഡാവിഞ്ചിയുടെ സ്റ്റുഡിയോയിൽ തന്നെ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, അദ്ദേഹം മൊണാലിസ വരച്ച അതേ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും ഒരാൾ വരച്ചതായിരിക്കും എന്നുള്ള അനുമാനത്തിലെത്തി. കൂടുതൽ സാധ്യതകൾ കണക്കാക്കുന്നത് ഫ്രാൻസിസ്കോ മെൽസിയോ അല്ലെങ്കിൽ സലായോ, അദ്ദേഹത്തിന്റെ 2 പ്രശസ്തമായ അപ്രന്റീസുകളാണ്, അസിസ്റ്റന്റുമാരാണ്. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു പെയിന്റിങ് വരച്ചത് എന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. അങ്ങനെ
ഈ ഒരു പെയിന്റിങ്ങിന്റെ ഡിസ്കവറിക്ക് കൂടുതൽ പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് ഈ രണ്ട് ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, കൂടുതൽ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ളത് ഡാവിഞ്ചിയുടെ ഈ പ്രാഡോ മൊണാലിസ, ഡാവിഞ്ചിയുടെ അല്ല, ഈ പ്രാഡോ മൊണാലിസയിലാണ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഡാവിഞ്ചിയുടെ മൊണാലിസ ശരിക്കും ഡള്ളായിപ്പോയി. അതായത് ആ ഒരു കാലപ്പഴക്കം കൊണ്ട് ആ ഒരു പെയിന്റിങ്, അതിന്റെ കളർ ശരിക്കും ഫെയ്ഡ് ആയി പോകുന്നുണ്ട്. ഒരു ഡാർക്ക് ടോണിലേക്ക് ഇതിന്റെ പെയിന്റിങ് പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുക, യെല്ലോയിഷ് ടോണിലേക്ക്. പക്ഷേ അദ്ദേഹത്തിന് അതേ സമയത്ത് തന്നെ വരച്ചപ്പെട്ട ഈ ഒരു മൊണാലിസ എന്തുകൊണ്ടാണ് ഇത്രയും കാലത്തോളം പ്രിസർവ് ചെയ്യപ്പെട്ടത്? അപ്പോൾ ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ആ ഒരു പ്രിസർവേഷൻ ഈ ഒരു മൊണാലിസയ്ക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ലുക്ക് ആയിരുന്നിരിക്കില്ല മൊണാലിസയ്ക്ക്. ശരിക്കും 500 കൊല്ലത്തോളം പഴക്കമുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ആ 500 കൊല്ലം മുന്നേ ഉള്ള മൊണാലിസ ഏത് രൂപത്തിലായിരുന്നിരിക്കണം എന്നുള്ള തരത്തിലേക്ക് ഇവരുടെ ആ ഒരു ചിന്തയെ അല്ലെങ്കിൽ ആ ഒരു ഗവേഷണത്തെ തിരിച്ചുവിടാനും മാത്രം ഈ ഒരു പ്രാഡോ മൊണാലിസയുടെ ഈ കണ്ടുപിടുത്തത്തിന് കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാം. അതുമാത്രമല്ല, ഈ ഒരു ഡിസ്കവറി അല്ലെങ്കിൽ ഈ ഒരു പ്രാഡോ മൊണാലിസയ്ക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മോട്ടിവേഷൻസ് തരാൻ പറ്റും. കാരണം അത്ര 500 കൊല്ലത്തോളം ആരാലും അറിയപ്പെടാതിരുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു അനോണിമസ് പെയിന്റിങ് അതിൻ്റെ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാലപ്പഴക്കം തിരിച്ചറിഞ്ഞപ്പോഴേക്കും മൊണാലിസയോടൊപ്പം തന്നെ ഫേമസ് ആയി വന്നതും, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പോലും നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഒരാളുടെ മൂല്യം അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞാൽ അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആളുകൾ അത് അംഗീകരിക്കും, അല്ലെങ്കിൽ ആളുകൾ അതിൻ്റെ ഒരു യഥാർത്ഥ ശക്തി മനസ്സിലാക്കും എന്നും കൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ മറ്റൊരു ടോപ്പിക്കുമായി പിന്നീട് ഒരിക്കൽ കാണാം.